സിസ്റ്ററെ സംഭവം തീർന്നിക്കണം. തീർന്നു. അതല്ലേ പറഞ്ഞേ നമുക്ക് ഭാര്യനെന്ന് വിവരം അറിയിക്കണം. വരി. ഇപ്പൊ പറയണ്ട. ഭർത്താവ് മരിച്ച ഒരു ഭാര്യനെ അറിയിക്കണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്തിനാണ് അത് മതിയെന്ന്. മണ്ടൊരു കാര്യം ചെയ്യും. അവരുടെ പേരെന്താ? ശ്യാമള. ശ്യാമളോട് വിസിറ്റിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയാ. സാറേ അത് വേണോ? അത് വേണം. മൊയ്തു എൻ്റെ കൂടെ വരിക. അത് പോയി പറയേ. രോഗികളോട് ഇങ്ങനെയാണ് പെരുമാറണമെങ്കിലേ വലിവന്ന് ശ്വാസം കിട്ടാണ്ട ചാവും. ഞാൻ എന്ത് ചെയ്യാൻ? സത്യശീല സാറേ, നമ്മൾ ഈ ചെയ്യണതൊന്നും ഒരു മനുഷ്യത്വപരമായിട്ട് കാര്യമൊന്നുമല്ല കേട്ടോ. അത് നോക്കിയിട്ട് കാര്യമില്ല. അല്ല, ഇതൊക്കെ മയ്യത്തായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബസ് മാറിയ. ഇതൊക്കെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. എന്നാലും മയ്യത്തൊരാൾ വിളിക്കുക. ആളെ വിളിക്കും. വരൂ, ഇപ്പോൾ വരൂ, പറഞ്ഞിട്ടുണ്ട്. ശ്യാമള ഇരിക്കൂ. വേണ്ട ഡോക്ടറെ, ഞാനിവിടെ നിന്നോളാം. കുത്തിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇരിക്കാനല്ലേ ഈ സോപ്പ് ഉണ്ടാക്കി വെച്ച്? ഇരുന്നോളി. ശ്യാമളെ, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത്. എന്താ? അല്ല, പേടിക്കാനൊന്നുമില്ല. ഭർത്താവിൻ്റെ നില ഇപ്പോൾ കുറച്ച് ഗുരുതരാവസ്ഥയിലാണ്. കരയണ്ടങ്ങള് കരയാൻ മാത്രമൊന്നുമില്ല. സാറ് പറയുന്നത് കേൾക്കി, മുഴുവൻ കേൾക്കി. ശ്വാസം എടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും. മാറ്റിയല്ലേ? അവിടെ മാറ്റിയാൽ ശ്വാസമൊക്കെ കിട്ടും. വെന്റിലേറ്ററിലേക്ക് മാറ്റിയാലേ കുഴപ്പമെന്തെങ്കിലും ഉണ്ടാവോ? കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് വേണ്ടപ്പെട്ട ആളുകൾ അറിയിച്ചതിന് ശേഷമേ നമുക്ക് മാറ്റാൻ പറ്റൂ. അതുകൊണ്ടാണ്. അതാണ്. അങ്ങോട്ട് മാറ്റി ഉണ്ണിയേട്ടൻ രക്ഷപ്പെടോ? പിന്നെ രക്ഷപ്പെടും ചോദിക്കാണ്ടോ? സാറല്ലേ നിങ്ങൾക്ക് ബാക്കിയിരുന്നത്? പിന്നെ ദൈവത്തോടും കൂടെ പ്രാർത്ഥിക്കുക. അതെ. മറ്റേ കാര്യം പറയും. ഏത് കാര്യം? അപ്പോൾ ശ്യാമളെ, ഈ വിദേശ ഡോക്ടർമാർ ഒരുപാട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് രോഗികളെ പരിശോധിക്കുന്നുണ്ട്. അത് ശ്യാമളക്ക് അറിയാലോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു ഡോക്ടറെ. അറിയില്ലേ? എന്നാ അങ്ങനെ ഉണ്ട്. വിദേശമുള്ള എക്സ്പേർട്ട് ഡോക്ടർമാർ നമ്മളെ ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശീതളം വിദേശത്ത് നിന്ന് ആളവിടെ എത്തും. ശീതള ഡോക്ടർ ഇന്ന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, വൺ മിസ്റ്റർ ഉണ്ണി. അപ്പോൾ ഉണ്ണിയെ കൂടി നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല മിടുക്കനായിട്ടുള്ള ഡോക്ടറാണ്, ന്യൂറോ സർജനാണ്. അദ്ദേഹം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആള് രക്ഷപ്പെടൂ. അതാണ് സാർ ഉദ്ദേശിക്കുന്നത്. മറിമായം